നമസ്കാരം. നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ പൊതുവെ പരക്കെ ഒരു പേരുദോഷമുണ്ട്. മറ്റു ജില്ലക്കാർ പറയുന്നതാണ് ഇതുപോലെ നമ്മുടെ ജില്ലകളിൽ വൈകുന്നേരം സായാഹ്ന സമയങ്ങൾ പോയി ചിലവഴിക്കാൻ വേണ്ടിയിട്ട് സ്ഥലങ്ങൾ വളരെ കുറവാണെന്നുള്ളത്. അത് ശരിക്കും നമ്മൾ അംഗീകരിക്കുന്ന ഒരു ചീത്തപ്പേര് തന്നെയാണ്. പക്ഷേ എങ്കിലും ഞാൻ പറയുന്നു, നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട്. പത്തനംതിട്ട ജില്ലയിലുള്ള അടൂരാണ് ഞാൻ ഇന്നുള്ളത്. അടൂര് പണ്ട് ഇവിടെ ഒരു കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ്റെ ഒരു ഹോട്ടൽ, ഒരു ലേക്കിൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരു ഹോട്ടലൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഇപ്പം അത് വർക്ക് ചെയ്യുന്നില്ല. എങ്കിലും അതിൻ്റെ ഒരു വോക്ക് വേ ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. വൈകുന്നേരം കൂട്ടുകാരൊക്കെ ഒത്ത് വന്നൊന്ന് ചില്ല് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. കാണിച്ചുതരാം. ഓക്കെ, ഈ കാണുന്നത് പന്തളം അടൂർ റോഡാണ്. അവിടെ മറ്റേ നമ്മുടെ ഹൈസ്കൂൾ ജംഗ്ഷൻ ഉണ്ട്. ഹൈസ്കൂൾ ജംഗ്ഷൻ്റെ അവിടുന്ന് കായംകുളത്തുനിന്ന് വരുന്ന ആൾക്കാർ ഹൈസ്കൂൾ ജംഗ്ഷൻ എടുത്തിട്ട് അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് ഇങ്ങോട്ട് വരാം. പത്തനാപുരത്തുനിന്ന് വരുന്നവർക്ക് ഹൈസ്കൂൾ എടുത്തിട്ട് റൈറ്റ് എടുത്ത് വരാം. പന്തളത്തുനിന്ന് വരുന്നവർക്ക് ഇവിടെ വന്നിട്ട് ഇതാണ് ഈ സ്ഥലം. ഞാൻ പറഞ്ഞ ആ ഹോട്ടൽ കണ്ടോ, ഇതായിരുന്നു പണ്ടത്തെ ആ ഒരു ഹോട്ടൽ. ഒരു ലേക്ക് സെറ്റപ്പിൻ്റെ നടുക്കുള്ളൊരു ഹോട്ടലാണ്. പണ്ട് ഇവിടെ KSRTC ഒക്കെ പണ്ട് ഇവിടെ ആയിരുന്നു റിഫ്രഷ്മെൻറ്റിന് കൊണ്ടു നിർത്തുന്നത്. അപ്പോൾ ആ സ്ഥലം മറ്റൊന്നുമല്ല, പുതിയ കാവിൻചിറ പിക്നിക് സ്പോട്ടാണ്. 2015 ഉദ്ഘാടനം ചെയ്ത സ്ഥലമാണ്. ഇത് അടൂരിൽ ഒരു ഹിഡൻ സ്പോട്ടായിട്ട് ഇപ്പോൾ ഇവിടെ കിടക്കുന്നതാണ്. അപ്പം പ്രദേശവാസികൾക്കൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണെങ്കിലും അറിയാത്ത കുറേ ആൾക്കാരുണ്ടാവുമായിരിക്കുമല്ലോ. പത്തനംതിട്ടയിൽ ഇങ്ങനെയും നമുക്ക് വൈകുന്നേരം സായാഹ്ന സമയങ്ങൾ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു വോക്ക് വേയും ഒരു ലേക്കും ഉള്ളൊരു സ്ഥലം ഉണ്ട്. അപ്പോൾ വോക്ക് വേ എന്ന് പറയുമ്പോഴത്തേക്കിനും ചെറുതൊന്നുമല്ല. കഴിഞ്ഞ ആഴ്ച വന്നപ്പോഴത്തേക്കിനും ഇവിടെ ആ പൂവൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയായിരുന്നു. ഇങ്ങനെ പൂ എല്ലാം വിരിഞ്ഞ് ഇവിടെ മൊത്തം മറ്റേ ഇങ്ങനെ പരവതാനി വിരിച്ച് കിടക്കുകയായിരുന്നു. ഇത് അങ്ങോട്ട് നോക്കുന്ന സമയത്ത് കണ്ടോ, എൻ്റെ കൂട്ടുകാരിങ്ങനെ നടക്കുന്നുണ്ട്. ഷംജാദും അഖിലേഷും ശരത്ത് ആ മൂലയ്ക്കൂടെ ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം ടു ബി ഓണസ്റ്റ്, വൈകുന്നേരം വന്നിട്ട് നമുക്ക് കൂട്ടുകാരായിട്ടൊക്കെ ഒന്ന് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. ഇപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച എന്ന് പറയുമ്പോൾ 24 മെയ് 2025 ശനിയാഴ്ചയാണ്. വൈകുന്നേരം ഒരു 6:15 ആയിട്ടുണ്ട് സമയം. തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ സമാധാനപരമായിട്ട് ഇങ്ങനെ ഒരു പീസ്ഫുൾ ഈവനിങ് വോക്കൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നമുക്ക് ഒരു ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. കണ്ടില്ലേ, ഇപ്പം വളരെ വിജനമാണിപ്പോൾ. ഞാനും എൻ്റെ കൂട്ടുകാരും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, വൺ ഓഫ് ദി ഹിഡൻ സ്പോട്ടാണ്. ആൾക്കാർക്ക് വലിയ ധാരണയില്ലെന്ന് തോന്നുന്നു ഇവിടെ ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്നും വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്നും ഒരു ധാരണയില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടായിരിക്കുമല്ലോ ഇപ്പോൾ ഇത്രയും വിജനമായിട്ട് കിടക്കുന്നത്. എനിക്കൊന്ന് പണ്ട് വളരെ ആക്റ്റീവായിട്ടുള്ള സ്ഥലമാണെന്ന് തോന്നുന്നു. കണ്ടോ, ഇത് പിള്ളേർക്ക് കളിക്കാനുള്ള ഒരു ചെറിയൊരു പാർക്ക് പോലത്തെ സെറ്റപ്പൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വിജനമായി പോയെന്ന് അറിഞ്ഞുകൂടാ. അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ളൊരു സ്ഥലം ഇതുപോലെ ഇങ്ങനെ വെറുതെ നശിച്ചു പോകാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് വിഷമം. എന്നിട്ട് നമ്മുടെ ജില്ലക്കാർ പറയും നമുക്ക് സ്ഥലമില്ല, നമുക്കൊന്നുമില്ല. എന്താണ് കാര്യം എന്നറിഞ്ഞുകൂടാ. ഇത് പണ്ട് ഇവിടെ ആക്റ്റീവ് ആയിരുന്നല്ലേ? എന്നിട്ട് നല്ല ഉഗ്ര മഴ വരുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഓടാടാ. എടാ, ഇവിടുന്ന് അങ്ങോട്ട് ഓടുക, ഈ ചുറ്റിക്കറങ്ങി പോകണ്ടേ ആണല്ലേ? എന്നാ ഓടിയോ. അവിടെ കയറി നിൽക്കുക. അപ്പോൾ ദിസ് ഇസ് വൺ ഓഫ് ദ ഹിഡൻ സ്പോട്ട് ഇൻ പത്തനംതിട്ട, അടൂർ പുതിയ കാവിൻചിറ കേട്ടോ. ഹൈസ്കൂൾ ജംഗ്ഷന് സമീപം. പമ്പം മഴ വരുന്നു. വരിക, എൻജോയ് ചെയ്യുക. എൻ്റെ മോന് വിഷയം കൊള്ളാല്ലേ, അടിപൊളി. ഓ സൂപ്പർ. എന്താണ് ശരത്തിന് പറയാനുള്ളത്? നല്ല മഴയുണ്ടല്ലേ? അപ്പം ദിസ് ഈസ് പുതിയ കാവിൻചിറ, സൈനിങ് ഓഫ് ഫ്രം ചാനൽ 66. See you until next time.